വക്താവ് പി കെ കൃഷ്ണദാസ് ടെലിഫോണിൽ പ്രതികരിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, അതായത് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് പിന്നീട് ജീവപര്യന്തം തടവിന് കോടതി വിധിച്ച് കണ്ണൂർ പോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് പോലീസ് അവകാശപ്പെടുന്ന ഒരു ജയിലിൽ നിന്നാണ് ഇത്തരം ഒരു കൊടും ക്രിമിനൽ രാവിലെ ജയിൽ ചാടിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇയാൾ പിടിയിലായി എന്നാണ്. എന്നാൽ തലസ്ഥാനത്ത് പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. അപ്പോഴാകെ ഒരു ആശയക്കുഴപ്പം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു കൃഷ്ണദാസ്? ഒന്ന്, നമ്മുടെ ജയിലിലുള്ള BJP മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, തുടരാം അങ്ങേക്ക്. നമ്മുടെ ജയിലുകളിൽ ഉള്ള സുരക്ഷാ വീഴ്ചയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാടലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൊടും ക്രൂരനായ ഗോവിന്ദച്ചാമിക്ക് വളരെ പെട്ടെന്ന് അനായാസമായിട്ട് ജയിൽ ചാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ ജയിലുകളിലുള്ള സുരക്ഷ എത്രമാത്രം ശക്തമാണ്, എത്രമാത്രം ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേവലം ഗോവിന്ദച്ചാമിയുടെ മാത്രം കാര്യമല്ല. കേരളത്തിന്റെ വിവിധ ജയിലുകളില് രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകള്, ദേശവിരുദ്ധര്, ഭീകരന്മാര് കഴിയുന്നുണ്ട്. ഇവർക്കൊക്കെ അനായാസേന ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതല്ലേ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ഈ ജയിൽ ചാടിയതിനെ സംബന്ധിച്ച് ഗോവിന്ദച്ചാമി പിടികൂടിയെന്നും പിടികൂടിയില്ലെന്നുമുള്ള സംശയം നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാടലും തുടർന്നുള്ള സംഭവ വികാസങ്ങളും. അവിടെ ഇക്കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ജയിലുകളിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് അഭിപ്രായപ്പെടാനുള്ളത്. ശ്രീ കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ഈ ചാർലി തോമസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന CCTV ദൃശ്യങ്ങൾക്കകത്ത് ഇയാൾ കറുത്ത ടീഷർട്ടും ഒരു കറുത്ത ട്രാക്ക് സ്യൂട്ടും ഒക്കെ ഇട്ട് ജയിലിനകത്തൂടെ പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെൻട്രൽ ജയിലിനകത്ത് ഇത്തരം വസ്ത്രങ്ങൾ ഇയാൾക്ക് കിട്ടി? മാത്രമല്ല, ഇയാൾ ഒരു കമ്പിളിപ്പുതപ്പ് ഉപയോഗിച്ചുകൊണ്ട്, കയറിന് പകരം അത്തരം ഒരു വലിയ പുതപ്പ് ഉപയോഗിച്ചുകൊണ്ട് മതിൽ ചാടി എന്നൊക്കെയാണ് ഇപ്പോൾ ജയിൽ അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ ആകപ്പാടെ ഒരു ദുരൂഹത നിറഞ്ഞു നിൽക്കുകയല്ലേ? സ്വാഭാവികമായിട്ടും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നമ്മുടെ രാത്രി കാലങ്ങളിൽ നമ്മുടെ ജയിലിനകത്തുള്ള കാവല്, സുരക്ഷ എങ്ങനെ, അതിന്റെ സുരക്ഷാ സംവിധാനം എന്താണ്, എത്രമാത്രം അത് കാര്യക്ഷമമാണ്, ഈ തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ഇന്നത്തെ ജയിൽ സംവിധാനത്ത് എത്രമാത്രം പങ്കുണ്ട്. അതിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സെൻട്രൽ ജയിലുകളിലും, എല്ലാ ജയിലുകളിലും തടവുകാരുടെ എണ്ണം വളരെ കൂടുതലും ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവുമാണ്. ഇക്കാര്യം നിലവിലെ ഓരോ ജയിൽ സൂപ്രണ്ടുമാരും ആവർത്തിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചുവെങ്കിലും വർഷങ്ങളായിട്ട് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കാണിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നതിൽ യാതൊരു താല്പര്യവും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഭാഗത്തുണ്ടാകുന്നില്ല. അതുകൊണ്ട് വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് ജയിലിനകത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതാണ് ഈ സുരക്ഷാ വീഴ്ചക്ക് അടിസ്ഥാനപരമായ ഒരു കാരണം ഈ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇക്കാര്യത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കാണുന്നത്, ആഭ്യന്തര വകുപ്പ് കാണുന്നത്. ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം മാത്രമല്ല, ഇക്കാര്യത്തിൽ വേണ്ടത്ര ആസൂത്രണവും ഏകോപനവും നമ്മുടെ ഈ രംഗത്ത് ഇല്ല എന്നുള്ളതും കാണുന്നുണ്ട്. അതുകൊണ്ടൊരു ഉടച്ചു വാർക്കൽ ഈ ജയിൽ രംഗത്ത് ആവശ്യമാണെന്ന അഭിപ്രായമാണ് BJPക്കുള്ളത്.
BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ആഭ്യന്തര വകുപ്പിൽ